بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله سبحانه وتعالى: ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمري قد جعل الله لكل شيء قدرا. عن أبي أمامة الباهلي رضي الله تعالى عنه سمعت رسول الله صلى الله عليه وسلم يخطب في حجة الوداع فقال: اتقوا الله وصلوا خمسكم وصوموا شهركم وأدوا زكاة أموالكم وأطيعوا ذا أمركم تدخلوا جنة ربكم. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. عليك بتقوى الله إن كنت غافلا يأتيك بالأرزاق من حيث لا تدري فكيف تخاف الفقر والله رازق فقد رزق الطير والحوت في البحر. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഈ മജ്ലിസ് അല്ലാഹു തആല കാരണമാക്കി തരട്ടെ. ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത്, അതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറയാം: അത്തഖ്വ ഹിയ അൽ ഖൗഫു മിനൽ ജലീലി. ജലീലായ അല്ലാഹുവിനോടുള്ള ഭയമാണ്, അവൻ കാണും എന്ന ബോധമാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ അമലു ബിത്തൻസീലി, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കലുമാണ് തഖ്വ. വൽ ഖനാഅത്തു ബിൽ ഖലീലി, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാഹു തആല നമുക്ക് എന്തൊക്കെയാണോ തന്നത് അതിൽ തൃപ്തിപ്പെടുക. മറ്റുള്ളവർക്ക് കിട്ടിയതിൽ അസൂയപ്പെടാതെ നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കുകയും അതിന് ശുക്ർ നൽകിക്കൊണ്ട് ജീവിക്കലുമാണ് തഖ്വ എന്നത്. മാത്രമല്ല വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരണയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുക. ഇതാണ് തഖ്വ കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു: അൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ ഇത്തഖൗ മാ ഹറമല്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ കാത്തുസൂക്ഷിച്ച് ജീവിച്ചവരാണ്. വഅദ്ദു മഫ്തറദല്ലാഹു അലൈഹിം, അല്ലാഹ് നിർബന്ധമാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവ നിർവഹിക്കുകയും ചെയ്തവരാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു: ലൈസ തഖ്വല്ലാഹി ബിസിയാമിൻ നഹാരി വലാ ബിഖിയാമിൽ ലൈൽ. തഖ്വ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവനും നിസ്കരിക്കുകയും എന്നതല്ല. മറിച്ച് വലാകിൻ തഖ്വല്ലാഹി തർക്കു മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അവയെ ഉപേക്ഷിക്കലാണ്. വ അദാഇ മഫ്തറദല്ലാഹു, അല്ലാഹു തആല നിർബന്ധമാക്കിയത് എന്തെല്ലാമുണ്ടോ അവയെ ജീവിതത്തിൽ പകർത്തലുമാണ് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫമൻ റുസിക ബഅദ ദാലിക ഖൈറൻ ഫഹുവ ഖൈറുൻ ഇലാ ഖൈർ, ഇവ രണ്ടിനും ശേഷം
ഹറാമുകളെ വെടിഞ്ഞു ജീവിച്ചു, നിർബന്ധമാക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. എന്നിട്ടും അവന് തൗഫീക്ക് കിട്ടി, അവൻ വല്ലതും ചെയ്താൽ അത് അവൻ എന്താണ് എക്സ്ട്രാ അവന്റെ ദറജ കൂടുന്ന കാര്യങ്ങളാണ്. സാധാരണ നാം കേൾക്കുന്ന ഒന്നാണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. മഹാനായ മഖ്ദൂം തങ്ങൾ തന്റെ അദിക്കിയയിൽ പറഞ്ഞ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തി, എല്ലാ വിജയത്തിന്റെയും നിദാനം തഖ്വയാണ്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ അത് നിർബന്ധമായവയെ നിർബന്ധമായും ജീവിതത്തിൽ പകർത്തുകയും ഹറാമായ കാര്യങ്ങളെ നിർബന്ധമായും വെടിഞ്ഞു ജീവിക്കുകയും കഴിവിന്റെ പരമാവധി സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കലുമാണ്. തഖ്വയാണ് ഒരു മനുഷ്യന്റെ അളവുകോല്. അവന്റെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കി തരുന്ന കാര്യം തഖ്വയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ തഖ്വ കൊണ്ട് മുഅ്മിനീങ്ങളോട് വസിയത്ത് ചെയ്യാൻ കാരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കണം. വഅലമു, നിങ്ങൾ അറിയുകയും വേണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹ് കഠിനമായ ശിക്ഷയുടെ ഉടമയാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ അറിയണം. അപ്പോഴേ നമുക്ക് തഖ്വയുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ നരകത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ശിക്ഷകളെക്കുറിച്ചും നാം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് തഖ്വയുണ്ടാവുകയുള്ളൂ. അതാണ് അള്ളാഹു തആല പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിഞ്ഞിരിക്കണം, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു തആല കഠിനമായ ശിക്ഷ നൽകുന്നവനാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, വതസവ്വദു, നിങ്ങൾ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ ശേഖരിക്കുക. ഹജ്ജ് വേളയിലൊക്കെ സൂറത്തുൽ ബഖറയിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതാണ്, ഹജ്ജിന് ആവശ്യമായ ഭക്ഷണം നിങ്ങൾ ശേഖരിക്കണം. പക്ഷേ ഫഇന്ന ഖൈറസാദി അത്തഖ്വ, എന്നാൽ സർവോത്കൃഷ്ടമായ ഭക്ഷണം എന്താണ്? അത് തഖ്വയാണ്. ഭക്ഷണം നമ്മുടെ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണമാവട്ടെ, അതിലൊക്കെ തഖ്വ പാലിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ഭക്ഷണമാവുകയുള്ളൂ. അപ്പൊ ഏറ്റവും നല്ല സാദ് ഭക്ഷണം ഏതാണ്? അത് തഖ്വയാണ്. വത്തഖൂനി യാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് അല്ലാഹു തആല വസിയത്ത് ചെയ്യുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു തആല വസിയത്ത് പറയുന്നു, വലഖദ് വസ്വൈന, നാം വസിയത്ത് ചെയ്തിരിക്കുന്നു, അല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവീകരായ വേദഗ്രന്ഥങ്ങൾ നൽകി ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അവരോടൊക്കെ നാം വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്ത്? വഇയ്യാക്കും, നിങ്ങളോടും നാം വസിയത്ത് ചെയ്യുന്നു, അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ. ഇനി വഇൻ തക്ഫുറു, നിങ്ങൾ അതിന്റെ വിപരീതം ചെയ്തുകൊണ്ട് നന്ദികേടാണ് ചെയ്യുന്നതെങ്കിൽ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ, ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹുവിന് നിങ്ങളെ ആവശ്യമില്ല. ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെതാണ്. വഖാനല്ലാഹു ഗനിയ, അള്ളാഹു ഐശ്വര്യവാനാണ്, നിങ്ങളുടെ ഒന്നും ആവശ്യം അവനില്ല. അവൻ നിരാശ്രയനാണ്. ഹമീദ, അവൻ സ്തുതിക്കപ്പെട്ടവനുമാണ്. അറിയാതെ തന്നെ സ്തുതിക്കർഹനാണ് അവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ വേണോ എങ്കിൽ നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നമുക്കൊക്കെ പരിചയമുള്ള മറ്റൊരായത്താണ്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടി, ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിച്ചു കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, വീണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി അള്ളാഹു അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആരും മനസ്സിലാക്കി പോകണ്ട, നിങ്ങൾ ചെയ്യുന്ന പലതും അള്ളാഹു അറിയുന്നില്ല എന്ന്. അല്ല, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. മാത്രമല്ല, ഖുർആനിൽ നാം ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ അംബിയാ മുർസലുകളൊക്കെ എവിടെയെല്ലാം ഞങ്ങളെ വിശ്വസിക്കണമെന്ന് അംബിയാക്കൾ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ആ അംബിയാക്കൾ പറഞ്ഞതായി കാണാം, ഫത്തഖുല്ലാഹ വഅതീഊനി, നിങ്ങൾ ആദ്യം അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, എന്നിട്ട് വഅതീഊനി, എനിക്ക് നീ വഴിപ്പെടണമെന്നാണ് എല്ലാ അംബിയാക്കളും അവരുടെ സമൂഹത്തിന്
പ്രബോധനം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പദമെന്ന് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് തഖ്വയാണ്. മനുഷ്യനും അല്ലെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം അത് തഖ്വയാണ്. എങ്ങനെയാണ് നാം അള്ളാഹുവിന്റെ തഖ്വ ചെയ്യേണ്ടത്? അത് കുല്ലു ഹറക്കത്തിൻ മിൻ ഹറകാതിക ഫിൽ യൗമി വൽ ലൈലത്തി ദാഖിലത്തുൻ തഹ്ത വത്തഖുല്ലാഹ്. മഹാന്മാർ പറയുന്നു, നമ്മുടെ ജീവിതം പ്രഭാതം മുതൽക്ക് തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരേക്കുമുള്ള ഏതെല്ലാം സെക്കൻഡുകളുണ്ടോ, നിമിഷങ്ങളുണ്ടോ, അതെല്ലാം വത്തഖുല്ലാഹ് എന്ന് അല്ലാഹു തആല പറഞ്ഞ് ഈ പദത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞു കാണാം എന്താണ് ഈ തഖ്വ കൊണ്ടുള്ള നേട്ടം. ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. ഫത്തഖുല്ലാഹ, നിങ്ങൾ തഖ്വ ചെയ്യണം. എന്തിന്? നന്ദിയുള്ളവരാകാൻ വേണ്ടി. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അളവറ്റ നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരങ്ങളെ പരിശോധിച്ചാലും നമ്മുടെ കുടുംബങ്ങളെ പരിശോധിച്ചാലും നമ്മുടെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ പറഞ്ഞാൽ തീരുന്നതല്ല, എണ്ണിയാൽ ഒതുങ്ങുന്നതല്ല, ശുക്ർ ചെയ്താൽ മതിയാകുന്നതല്ല. അള്ളാഹു തആല പറയുന്നു, ഈ നന്ദിയുള്ളവരാകാൻ വേണ്ടി നേരത്തെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ചുരുങ്ങിയത് നിർബന്ധമായത് നിങ്ങൾ ചെയ്യുക, അള്ളാഹു ഹറാമാക്കിയതിനെ വെടിഞ്ഞ് ജീവിക്കുക. എന്തിനു വേണ്ടി? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാൻ വേണ്ടി. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വത്തഖുല്ലാഹ് ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി, വിജയികളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നിങ്ങൾ തഖ്വ ചെയ്യൂ. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വത്തഖുല്ലാഹ് വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. ഇതിങ്ങനെ ഖുർആനിൽ നിരന്തരം അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തഖ്വ ഇല്ലാത്തവൻ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക. വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക. അന്നകും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങളെ എല്ലാവരെയും അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നുള്ള ബോധം നിങ്ങൾക്ക് എപ്പോഴും വേണം. അവിടെ ശക്തമായ ഹിസാബ് നടക്കും. ആ ഹിസാബിൽ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ തഖ്വയുള്ളവരായി ജീവിച്ചേ പറ്റൂ. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുക. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി. അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണമോ? നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി ലഅല്ലകും തുഫ്ലിഹൂൻ, ബുദ്ധിയുള്ളവരെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചോളൂ, നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ വേണ്ടി. അങ്ങനെ മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വത്തഖുല്ലാഹ ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ. നാം മനസ്സിലാക്കുന്നത് പോലെയല്ല. നാം ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത്, റൂമിലിരിക്കുന്ന സമയത്ത് തെറ്റുകൾ ചെയ്യാമെന്ന് നാം മനസ്സിലാക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം എന്താ? വത്തഖുല്ലാഹ ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, ഹൃദയാന്തരങ്ങളിലുള്ള ലക്ഷ്യങ്ങളെയും ഉദ്ദേശങ്ങളെയും അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കൂ. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കൂ. അതാണല്ലോ ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയത്ത് ചെയ്തത്. എന്താ വസിയത്ത് പറഞ്ഞത്? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കൂ. ഒരുപക്ഷെ നാം ഒറ്റയ്ക്ക് ഒരു റൂമിലായിരിക്കും ഇരിക്കുന്നത്, ആരും കാണാനില്ല. എന്ത് ഹറാമുകൾ ചെയ്താലും ആരും കാണാനില്ല. അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന നമ്മെപ്പോലുള്ള കൂട്ടുകാരായിരിക്കും ഉണ്ടാവുക. ആ ഘട്ടത്തിൽ പോലും ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കണം. നീ ഒരുപക്ഷെ ജനസമക്ഷത്തിലായിരിക്കും. നിന്റെ സംസാരം കേൾക്കുമ്പോൾ ചിരിക്കാൻ ആളുകളുണ്ടാകും, നിന്റെ സംസാരം കേൾക്കുമ്പോൾ കൈകൊട്ടാൻ ആളുകളുണ്ടാകും. പക്ഷേ ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ നിന്റെ കുടുംബത്തോടൊപ്പമായിരിക്കും. നീ എന്ത് പറഞ്ഞാലും എന്ത് തെറ്റ് ചെയ്താലും അവർ നിന്നെ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അവിടെയും നിനക്ക് ഇളവില്ല. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. ഇത് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത വസിയത്താണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നാം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ഹദീസാണ്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഅത്ബിഇസ് സയ്യിഅത അൽ ഹസനത തംഹുഹാ. നമ്മളാരും എന്തല്ല, പാപസുരക്ഷിതരല്ല. അറിയാതെയും അറിഞ്ഞും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു തെറ്റ് ചെയ്താൽ അതിലപ്പുറം നന്മകൾ ചെയ്തുകൊണ്ട് ആ തെറ്റിനെ നീ മായ്ച്ചു കളയണം.
3 വസിയത്താണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒന്ന്, എവിടെയാണെങ്കിലും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. രണ്ടാമത്തത്, തിന്മകൾ ചെയ്താൽ അതിനെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുക. അതുപോലെ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല സ്വഭാവത്തോടെ പെരുമാറുക. ഈ 3 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ വസിയത്ത് ചെയ്തത്. അതുപോലെ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, നിങ്ങളെ അള്ളാഹുവിന്റെ ശരീരത്തെ, അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ശിക്ഷയെ തൊട്ട് നിങ്ങൾ അല്ലാഹു തആല ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ. എത്രയോ ഹദീസുകളിൽ കാണാം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, മൻ ഖാല ഫിൽ യൗമി വൽ ലൈലത്തി മിഅത്ത മറത്തിൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മജ്തനബത്തിൽ കബായർ. ഇങ്ങനെ ഒരു നിബന്ധന വെച്ചതായി കാണാം. അൽ ജുമഅതു ഇലൽ ജുമഅത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ മജ്തനബത്തിൽ കബായിർ. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നുള്ള ദിക്ർ ചൊല്ലുകയാണെങ്കിൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. മജ്തനബത്തിൽ കബായിർ, കബായിർ വൻ ദോഷങ്ങളെ തൊട്ട് നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ. ഏതാണ് വൻ ദോഷങ്ങൾ? ഒരുപാടുണ്ട്. 7 എണ്ണം മാത്രമല്ല. നിസ്കാരം ഉപേക്ഷിക്കൽ തുടങ്ങി, സക്കാത്ത് കൊടുക്കാതിരിക്കൽ തുടങ്ങി, 7 എണ്ണത്തിൽപ്പെട്ട കള്ളു കുടിക്കൽ, അതുപോലെ വ്യഭിചാരം, പലിശ പോലുള്ള ഇത്തരം വൻ ദോഷങ്ങളെ തൊട്ട് നിങ്ങൾ വെടിഞ്ഞു നിൽക്കുകയാണെങ്കിൽ മറ്റുള്ള പാപങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തു വരുന്നു. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഉംറ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഉംറ വരേക്കുമുള്ള നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും, നിങ്ങൾ വൻ ദോഷങ്ങൾ ചെയ്യാത്ത കാലത്തോളം. അതുപോലെ ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെ മാപ്പ് നൽകുന്നതാണ് നിങ്ങൾ വൻദോഷങ്ങൾ ചെയ്യാത്ത കാലത്തോളം. ഏതുപോലെ ഇഷാറ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം. സിഗ്നൽ കട്ട് ചെയ്താൽ അതിന് നിശ്ചിതമായ ഫൈനുണ്ട്, അല്ലെങ്കിൽ കണ്ടാൽ അതിന് ഫൈനുണ്ട്. അത് രാജാവിൻ്റെ അടുക്കലൊരു വലിയ കുറ്റമാണോ? രാജാവിൻ്റെ അടുക്കൽ ഒരു വലിയ കുറ്റമൊന്നുമല്ല, അത് പൊറുക്കപ്പെടുന്ന കാര്യമേ ഉള്ളൂ. ഫൈൻ അടച്ചാൽ അത് കഴിഞ്ഞു. അതേസമയം രാജ്യദ്രോഹം ചെയ്താലോ, രാജാവിനെതിരെ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ രാജാവിനെതിരെ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ രാജാവ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ, വലിയ ആൾക്കാർ ചെയ്തതുപോലെ അങ്ങനെ വല്ലതും നിങ്ങൾ ചെയ്താൽ രാജ്യദ്രോഹവുമാണ്, വലിയ കുറ്റമാണ്. അത് രാജാവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദേഷ്യം ഉള്ള, കോപമുള്ള കാര്യങ്ങളാണ് മനുഷ്യൻ വൻദോഷങ്ങളിൽ ഇടപെടുക എന്നുള്ളത്. അതേസമയം ചെറുദോഷങ്ങളിൽ ഇടപെട്ടാൽ അത് അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് മാപ്പാക്കും. അതേസമയം അല്ലാഹു നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിരോധിച്ച വ്യഭിചാരം, പലിശ, കള്ളുകുടി പോലുള്ള വൻ തിന്മകൾ നിങ്ങൾ ചെയ്താൽ അത് അല്ലാഹുവിന്റെ കോപത്തിനിരയാകും. അങ്ങനെ കോപത്തിനിരയാകുന്ന പാപങ്ങൾ ചെയ്താൽ അതിനും മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ, ആരെങ്കിലും ഫാഹിഷത്ത് ചെയ്തു, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഇത്തരം വലിയ വൻദോഷങ്ങളാണ്. വ്യഭിചാരം, കള്ളുകുടി പോലുള്ള വൻദോഷങ്ങൾ ആരെങ്കിലും ചെയ്താൽ, ഔ ദലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുപോയി, അങ്ങനെ ദക്കറുല്ലാഹ, അവൻ അല്ലാഹുവിനെ ഓർമ്മ വന്നു, അല്ലാഹുവിനെ അവൻ ഓർത്തു, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അങ്ങനെ അവരുടെ പാപങ്ങളെ തൊട്ട് അവർ മാപ്പ് ചോദിച്ചു. എന്നാൽ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അതല്ലാതെ ആരാണ് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുക? അവരുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് സാധാരണമാണ്. വൻ ദോഷങ്ങളിൽ മനുഷ്യൻ പെട്ടുപോയേക്കാം. പക്ഷേ മുഅ്മിനാണോ, അവന്റെ മാർഗം ഏതാണ്? അങ്ങനെ പെട്ടുപോയാൽ അതിന്റെ ശേഷം തൗബ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുക. പക്ഷേ വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് പിന്നീട് ആ ദോഷത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുകയും ചെയ്താൽ അത്തരം ആളുകൾക്ക് അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്, മാപ്പ് നൽകുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല തഖ്വ ഉള്ള മനുഷ്യനെ ജീവിച്ചാൽ, അല്ലെങ്കിൽ തഖ്വയിൽ നിന്ന് വെടിഞ്ഞു ജീവിച്ചാൽ അത് ഒരുപാട് ബലാഇന് കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ,
നാട്ടുകാർ, ജനങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വത്തഖൗ അവർ തഖ്വയുള്ളവരായി കഴിയുകയുമാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നാട്ടുകാർ മനുഷ്യർ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം അവർക്ക് നാം തുറന്നു കൊടുക്കും ബറകാത്തിൻ മിനസ് സമായി ആകാശത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ. അല്ലാഹു ബറക്കത്തുകൾ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. വലാകിൻ കദ്ദബു പക്ഷേ അവരത് ചെയ്തില്ല, അവർ തഖ്വ ചെയ്തില്ല, അവർ കളവാക്കി. ഫഅഖദ്നാഹും അപ്പോൾ നാം അവരെ ശിക്ഷിച്ചു. ബിമാ കാനൂ യക്സിബൂൻ അവരുടെ പ്രവർത്തനങ്ങൾ ഫലമായി, അവരുടെ പ്രവർത്തനങ്ങൾ കാരണമാണ് നാം അവരെ ശിക്ഷിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരു ആയത്തിൽ കാണാം, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കൂ. ഇന്നഹു കാന ഗഫാറ അള്ളാഹുവിന്റെ പേരാണ്, അവൻ വല്ലാതെ പുറത്തു കൊടുക്കുന്നവനാണെന്നത്. അങ്ങനെ നിങ്ങൾ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ നിങ്ങൾക്ക് അല്ലാഹു തആല ധാരാളമായി മഴ വർഷിക്കും. മഴ പെയ്യിപ്പിക്കുക എന്നതാണല്ലോ, മഴ ലഭിക്കുക എന്നുള്ളതാണ് ഭൂമിയിൽ ഖൈറാത്തുകൾ വർദ്ധിക്കാനുള്ള കാരണം. അതിനുള്ള മാർഗം എന്താ? നിങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കുക. അങ്ങനെ നിങ്ങൾ പാപങ്ങളിൽ നിന്ന് മാപ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് ധാരാളം മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ മാത്രമല്ല നിങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യും ബി അംവാലിൻ ഇഷ്ടംപോലെ സമ്പത്ത്, വബനീന നല്ലവരായ മക്കൾ മാത്രമല്ല വയജ്അൽ ലക്കും ജന്നാത്തിൻ നിങ്ങൾക്ക് തോട്ടങ്ങളെ തന്നെ അല്ലാഹു തആല ഉണ്ടാക്കി തരും. വയജ്അൽ ലക്കും അൻഹാറ നിങ്ങൾക്ക് നല്ല അരുവികളെയും അല്ലാഹു തആല ഉണ്ടാക്കി തരുന്നതാണ്. ഇതിനൊക്കെ എന്തേ വേണ്ടു? തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും വൻദോഷങ്ങളെ തൊട്ട് മാപ്പ് ചോദിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അബൂ ജഅഫർ അൽ ബാക്കിർ റളിയല്ലാഹു തആല എന്ന് പറയാം, ബഹുമാനപ്പെട്ട മദീനത്ത് അഹ്ലുബൈത്തിന്റെ കൂടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാനാണ്. മഹാനവറുകൾ പറയാണ്, കാന ഫിൽ അർളി അംനാനി ഭൂമിയിൽ 2 കവചങ്ങളുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിനെ തൊട്ട് തടഞ്ഞു നിർത്താൻ പറ്റിയ 2 വലിയ കവചങ്ങളുണ്ടായിരുന്നു. വഖദ് റഫഅ അഹദഹുമാ അല്ലാഹു സുബ്ഹാനഹു വ തആല 2ൽ നിന്ന് ഒരു കവചത്തെ ഉയർത്തിക്കളഞ്ഞു. അതേതാണ്? വഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഒന്നാമത്തെ കവചം. അവർ വഫാത്തായി പോയി. വഅമ്മൽ അമാനുൽ ബാക്കി രണ്ടാമത് ഭൂലോകത്ത് ബാക്കിയുള്ള കവചം ഏതാണ്? വഹിയ അൽ ഇസ്തിഗ്ഫാർ മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്, തൗബ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫതമസ്സകൂ ബി നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചോളി. ലിഅന്നല്ലാഹ ജല്ല വഅല അത് ഞാൻ വെറുതെ പറയുകയല്ല, അല്ലാഹു പറയുന്നു, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം നബിയെ അങ്ങ് അവരിലുള്ള കാലത്തോളം അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല. മക്കത്തെ മുശ്രിക്കീങ്ങൾ ദുആ ചെയ്തില്ലേ, ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ കല്ലിന്റെ മഴ വർഷിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട, അല്ലെങ്കിൽ മലക്കുകൾ വല്ല ശിക്ഷയും കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട എന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ ഒന്നടങ്കം ദുആ ചെയ്തു പോയി. അതിന് മറുപടിയായി അല്ലാഹു പറഞ്ഞതാണ്, ഹബീബായ നബിയെ നിങ്ങൾ അവരുടെ ഇടയിലുള്ള കാലത്തോളം നിങ്ങളെ നാം ശിക്ഷിക്കുന്നതല്ല, അവർക്ക് നാം ശിക്ഷിക്കുന്നതല്ല. പിന്നെ അല്ലാഹു പറയുന്നു, മാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ ജനങ്ങളെ കാലത്തൊക്കെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു, അവരെ നാം ഒന്നടങ്കം നശിപ്പിക്കുന്ന ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ഭൂമിയിൽ ഇന്നും ബാക്കിയുള്ള കവചമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചോളി എന്ന് ബഹുമാനപ്പെട്ട ബാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്താണ് തഖ്വയുടെ പ്രത്യേകതകൾ? ഒന്നാമതായി തഖ്വ എന്നത് അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇത് ജഅലല്ലദീന കഫറൂ ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത ഹമിയ്യത്തൽ ജാഹിലിയ്യ കാഫിരീങ്ങളായ ആളുകൾ, മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ ദുരഭിമാനം ഉണ്ടാക്കിയപ്പോൾ ദുരഭിമാനം ജ്വലിപ്പിച്ച് നടന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ദുരഭിമാനമുണ്ട്. അപ്പോൾ ഫഅൻസലല്ലാഹു സക്കീനത അലാ റസൂലി അവരവരുടെ ദുരഭിമാനവുമായി നടക്കുന്ന സമയത്ത് അള്ളാഹ് എന്തു ചെയ്തു? അവന്റെ റസൂലിന്റെ പേരിൽ അവന്റെ സമാധാനം ചൊരിഞ്ഞു കൊടുത്തു. വഅലൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്കും അവൻ സമാധാനം ചൊരിഞ്ഞു കൊടുത്തു. വഅൽസമഹും കലിമത്തത് തഖ്വ തഖ്വയുടെ വചനത്തിൽ അവരെ നാം ഉറപ്പിച്ചു നിർത്തി. അതേതാണ് വചനം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാനൂ അഹഖ ബിഹാ അവരാണ് അതിന് അർഹർ. ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ചു നിൽക്കാൻ ആ മുഅ്മിനീങ്ങളാണ് അർഹർ. വഅഹ്ലഹ അവരാണ് അതിന്റെ ആളുകളും.
വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്. അപ്പം തഖ്വ എന്ന് പറയുന്നത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഇഖ്ലാസിന്റെ വചനമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. മാത്രമല്ല രണ്ടാമതായി തഖ്വയുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പ്രത്യേകമായി വസിയത്ത് ചെയ്ത നാം ഒരുപാട് ആയത്തുകൾ അതിനെക്കുറിച്ച് നേരത്തെ ഓതുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളോട് അല്ലാഹു പറഞ്ഞ കാര്യമാണ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം, നിങ്ങളാരും മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്തായി പറയുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒരേ ജീനിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കുക. വഖലഖ മിൻഹാ സൗജഹ, അതേ ജീനിൽ നിന്ന് തന്നെ അല്ലാഹു തആല അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ രണ്ടാളുകളിൽ നിന്ന് അല്ലാഹു തആല പെരുത്ത് മനുഷ്യന്മാരെ ഭൂമിയിൽ അല്ലാഹു തആല പരത്തിയിരിക്കുന്നു. അതുകൊണ്ട് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കാത്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് അല്ലാഹു തആല സൂറത്തുൻ നിസാഇലൂടെ നമ്മോട് വസിയത്ത് ചെയ്യുന്നു. അമ്പിയാക്കൾ മുഴുവനും പറഞ്ഞ കാര്യമാണ്, ഇത് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ. നൂഹ് നബി തന്റെ സമുദായത്തിനോട് പറഞ്ഞ കാര്യമാണ്, അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി കൂടെ. ബഹുമാനപ്പെട്ട ഹൂദ് നബി പറയുന്നു, ഇദാ ഖാല ലഹും അഖൂഹും ഹൂദുൻ അലൈഹിസ്സലാത്തു വസ്സലാം അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുന്നില്ലേ. ഇത് ഖാല ലഹും അഖൂഹും സ്വാലിഹുൻ അലാ തത്തഖൂൻ, സ്വാലിഹ് നബിയും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഇത് ഖാല ലഹും അഖൂഹും ലൂത്തുൻ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അലാ തത്തഖൂൻ, നിങ്ങളെന്താ സമൂഹമേ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൂടെ. ഇത് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ. ഇങ്ങനെ എല്ലാ അമ്പിയാക്കളും പറഞ്ഞ വസിയത്താണ്, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ഇബ്രാഹീമ ഇത് ഖാല ലിഖൗമിഹി അബ്ദുല്ലാഹ വത്തഖൂ, ഇബ്രാഹിം നബി പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വല്ല ജ്ഞാനവും ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നിങ്ങൾക്ക് ഉത്തമമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. മാത്രമല്ല തഖ്വയുടെ മറ്റൊരു പ്രത്യേകത, തഖ്വ എന്ന് പറയുന്ന സാധനം എവിടെയാണ് നിലനിൽക്കുന്നത്? അത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പരിശുദ്ധമായ അവയവത്തിലാണ്, മനുഷ്യന്റെ ഹൃദയത്തിലാണ് തഖ്വ കുടികൊള്ളുന്നത്. ബാഹ്യമായ പ്രകടനങ്ങളിലോ ബാഹ്യമായ ശരീരത്തിലോ അല്ല തഖ്വയുള്ളത്, മറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, ഓ ജനങ്ങളെ നിങ്ങളൊക്കെ സഹോദരന്മാരായി ജീവിക്കുക. എന്തൊരു നല്ല പദമാണ്, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിച്ചുകൂടാ. വലാ യഖ്ദുല്ലു, അവനെ നിന്ദിച്ചുകൂടാ. വലാ യഹ്കിറുഹു, അവനെ പരിഹസിച്ചുകൂടാ. അത്തഖ്വ ഹാഹുന, എന്നിട്ട് റസൂലുള്ള പറയും അത്തഖ്വ ഹാഹുന വയുഷീറു ഇലാ സദ്രി. റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയുന്നു, വിധങ്ങൾ അത്തഖ്വ ഹാഹുന അത്തഖ്വ ഹാഹുന എന്ന് 3 പ്രാവശ്യം പറയുകയും 3 പ്രാവശ്യം തന്റെ ഇടതുഭാഗത്തുള്ള നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്ന് സ്വഹാബി പറയുന്നു. എന്നിട്ട് പറയുന്നു, ബി ഹസ്ബി ഇംറിഇൻ മിന ശർരി അൻ യഹ്കിറ അഖാഹു അൽ മുസ്ലിം, ഒരു മുസ്ലിമിന് തിന്മ എന്ന് പറഞ്ഞാൽ കള്ളുകുടിക്കണമെന്നില്ല, മറിച്ച് മറ്റൊരാളെ പരിഹസിച്ചാൽ മതി. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു, ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്തം അവന്റെ ഹറാമാണ്. വമാലുഹു, അവന്റെ മുതൽ അവന്റെ ഹറാമാണ്. വഇർദുഹു, അവന്റെ അഭിമാനവും അവന്റെ ഹറാമാണ്. അഭിമാനം അതിന് ക്ഷതമേൽക്കുന്ന സംസാരം നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. പരിഹാസവും അതുപോലെ കളിയാക്കലുമൊക്കെ എന്താണ്, ഒരുപക്ഷെ പരിധി വിട്ടുപോയാൽ അത് അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് കണ്ടാൽ അത് നിഷിദ്ധമാണ്, പാടില്ലാത്ത കാര്യമാണ്. എന്തൊക്കെയാണ് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാലുള്ള ഫലങ്ങൾ? ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒന്നാമത്തെ ഫലം അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ നാം ഒക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. ഇല്ലല്ലദീന ആഹദ്തും മിനൽ മുശ്രിക്കീന സുമ്മ ലം യൻഖുസൂകും ശൈഅൻ വലം യുളാഹിറു അലൈക്കും അഹദ ഫഅതിമ്മു ഇലൈഹിം അഹദഹും ഇലാ മുദ്ദത്തിഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ഇല്ലല്ലദീന ആഹദ്തും മിനൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളിൽ നിങ്ങളോട് കരാറിൽ ഏർപ്പെട്ടവരൊഴികെ,
അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത്. സുമ്മ ലം യൻഖുസൂകും ഷൈഅൻ, അവർ ആ കരാറിൽ യാതൊരു ന്യൂനതയും വരുത്തിയില്ല. വലം യുദാഹിറു അലൈക്കും അഹദൻ, നിങ്ങൾക്കെതിരെ ഒരാളെയും അവർ സഹായിച്ചിട്ടുമില്ല എങ്കിൽ ഫഅതിമ്മു ഇലൈഹിം അഹദഹും ഇലാ മുദ്ദത്തിഹിം, അവധി കഴിയുന്നത് വരേക്കും അവരുടെ കരാറുകളെ നിങ്ങൾ പാലിക്കുക. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹ് തഖ്വയുള്ളവരെ സ്നേഹിക്കുന്നതാണ്, സ്നേഹം ലഭിക്കുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു വലാ മൻ ഔഫാ ബിഅഹ്ദിഹി വത്തഖ, ആരെങ്കിലും അവന്റെ കരാറിനെ പൂർത്തീകരിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹ് തഖ്വയുള്ളവരെ സ്നേഹിക്കുന്നതാണ്. തഖ്വയിൽ അധിഷ്ഠിതമാവുക, ആ മുത്തഖീനിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. രണ്ടാമതായി തഖ്വ കൊണ്ടുള്ള നേട്ടം എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യത്തിനത് കാരണമാകും. നാം തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. അള്ളാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അണികൾ ചെയ്ത ദുആയാണ് വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ, നാദ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കണം, ഹസനത്തൻ നന്മയെ രേഖപ്പെടുത്തി വെക്കണം, വഫിൽ ആഖിറത്തി ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തി വെക്കണം, ഇന്നാ ഹുദനാ ഇലൈക, നാദ ഞങ്ങളിതാ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അപ്പൊ അല്ലാഹു തആല അതിന് പറഞ്ഞ മറുപടിയാണ് ഖാല അദാബി ഉസീബു ബിഹി മൻ നശാ, നിങ്ങൾ പേടിക്കണ്ട, എന്റെ ശിക്ഷ ഞാൻ ആരെയാണോ ഉദ്ദേശിച്ചത് അവർക്ക് മാത്രമേ എത്തുകയുള്ളൂ. അതേസമയം വറഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം വലുതാണ്. എന്റെ റഹ്മത്ത് തീർന്നു പോകുന്ന പ്രശ്നമേ ഇല്ല, അത് വിശാലമാണ്. പക്ഷേ അതിനെ നാം ആർക്കാണ് നൽകുക? എന്റെ റഹ്മത്ത് നാം ആർക്കാണ് നൽകുക? ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, തഖ്വയുള്ളവർക്ക് ഞാനത് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. വയുതൂന സകാത്ത, സകാത്ത് കൊടുക്കുന്നവർക്കും, വല്ലദീനഹും ലിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരായ മുത്തഖീങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രത്യേകമായി എഴുതി വെക്കുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു വഹാദാ കിതാബുൻ അൻസൽനാ, ഇത് നാം അവതരിപ്പിച്ച ഗ്രന്ഥമാണ്, മുബാറക്കുൻ, അത് ബറക്കത്തുള്ളതാണ്, അനുഗ്രഹീതമാണ്. അതുകൊണ്ട് ഫത്തബിഉ, ആ ഖുർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കുക. വത്തഖു, നിങ്ങൾ തഖ്വയുള്ളവരാകുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി. മാത്രമല്ല തഖ്വ എന്നത് അല്ലാഹുവിന്റെ പ്രത്യേക സഹായത്തിന് കാരണമാണ്. അല്ലാഹു തആല പറയുന്നു ഇന്നല്ലാഹ മഅല്ലദീന തഖവ, അല്ലാഹ് ആരപ്പാണ്? തഖ്വയുള്ളവരോടൊപ്പമാണ്. വല്ലദീനഹും മുഹ്സിനൂൻ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോടൊപ്പവുമാണ്, ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കൊപ്പവും അതുപോലെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർക്കും ഒപ്പമാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നു ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം 12 എന്നു മുതൽക്ക് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ തൊട്ട് അല്ലാഹുവിന്റെ റെക്കോർഡിൽ മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 12. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. ദാലികദ്ദീനുൽ ഖയ്യിമു, അതാണ് നേരായ മാർഗം കേട്ടോ, അതാണ് സത്യദീൻ. അതുകൊണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് അക്രമം ചെയ്യരുത്. വഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ, എങ്ങനെ മുശ്രിക്കീങ്ങൾ നിങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്യുന്നോ അതുപോലെ നിങ്ങളും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവരോട് ഒറ്റക്കെട്ടായി യുദ്ധം ചെയ്യുക. വഅലമു, നിങ്ങൾ മനസ്സിലായിക്കോളി അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹ് തഖ്വയുള്ളവരോടൊപ്പമാണ് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിൽ തഖ്വയുണ്ടോ നിങ്ങൾക്കൊപ്പം അല്ലാഹു ഉണ്ടാകും, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ തഖ്വ കൊണ്ടുള്ള മറ്റൊരു ഫലം എന്താണ്? അത് പേടി, ഭയം എന്ന് പറയുന്ന വസ്തുവിനെ ഇല്ലാതെയാക്കും. എല്ലാ ആപത്തുകളിൽ നിന്നും തഖ്വ രക്ഷപ്പെടുത്തും. യാ ബനി ആദം, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു യാ ബനി ആദം, ആദം സന്തതികളെ, ഇമ്മാ യഅതിയന്നകും റുസുലും മിൻകും യഖുസൂന അലൈക്കും ആയാതി, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രവാചകന്മാർ വരും, അവർ നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തരും, എന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഫമനിത്തഖ, ആരെങ്കിലും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു, വഅസ്ലഹ, സ്വാലിഹാവുകയും ചെയ്താൽ ഫിന്ന ഫലാ ഖൗഫുൻ അലൈഹിം, അവർ പേടിക്കേണ്ടതില്ല, വലാഹും യഹ്സൻ, അവർക്ക് ദുഃഖം എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു വയുനജ്ജില്ലാഹു അല്ലദീന തഖൗ ബിമഫാസതിഹിം ലാ യമസ്സുഹും അസ്സൂഉ വലാ ഹും യഹ്സനൂൻ,
തഖ്വയിലധിഷ്ഠിതമായ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അവർക്ക് സൂ എന്ന് പറയുന്നത് സ്പർശിക്കുകയില്ല, തിന്മ അല്ലെങ്കിൽ പ്രയാസം അവർക്ക് സ്പർശിക്കുക തന്നെയില്ല. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖവും ഉണ്ടാകുന്നതല്ല. മാത്രവുമല്ല, തഖ്വ കൊണ്ടുള്ള മറ്റൊരു ഫലമാണ് ഹൃദയത്തിൽ നൂറുണ്ടാവും, ഹൃദയത്തിൽ നൂറ് ലഭിക്കും. ആ ഹൃദയത്തിൽ നൂറ് ലഭിച്ചു കഴിഞ്ഞാൽ നാം വിജയിച്ചു. സത്യമെന്താണ് അസത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രത്യേക പ്രകാശം ഹൃദയത്തിൽ ലഭിക്കും തഖ്വയുള്ളവർക്ക്. അതും പറയുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾക്ക് അല്ലാഹു തആല ഒരു ഫുർഖാൻ, ഒരു ഉരകോല് അല്ലെങ്കിൽ സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. മാത്രവുമല്ല വയുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ അത് കാരണമാകും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ ദോഷങ്ങൾ അത് കാരണം പൊറുക്കും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു വല്ലാത്ത ഔദാര്യമുടയവനാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വ ആമിനൂ ബിറസൂലി, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക, പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുക. എന്നാൽ യൂത്തിക്കും കിഫിലൈനി മിൻ റഹ്മത്തി, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് രണ്ടിരട്ടി നിങ്ങൾക്ക് തരുന്നതാണ്. വയജ്അൽ ലക്കും നൂറ, ഇവിടെയാണ് നമ്മുടെ വിഷയം. നിങ്ങൾക്ക് അല്ലാഹു തആല നൂറ് തരുന്നതാണ്. വയജ്അൽ ലക്കും നൂറ, ഇങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ നിങ്ങൾക്കൊരു പ്രത്യേക വെളിച്ചം അല്ലാഹു തആല തരും. തംശൂന ബിഹി, അതനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അപ്പോൾ തഖ്വയുണ്ടോ, നമുക്ക് അല്ലാഹു തആല പ്രത്യേക നൂറ് തരും. ആ നൂറനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. മാത്രമല്ല തഖ്വ വലിയ പ്രതിഫലത്തിനത് കാരണമാകും. ദാലിക അംറുല്ലാഹി അൻസലഹു ഇലൈക്കും, അല്ലാഹു തആല പറയുന്നു. ദാലിക വിശുദ്ധ ഖുർആൻ, അംറുല്ലാഹി അൻസലഹു ഇലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചെന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് വമയ്യത്തഖില്ല, ആരെങ്കിലും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ യുകഫിർ അൻഹു സയ്യിആതിഹി, അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് മാത്രമല്ല വയുഅ്ദിം ലഹു അജ്റ, അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. ചെറുതല്ല, വലിയ പ്രതിഫലം നൽകുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വഇൻ തുഅ്മിനൂ വതത്തഖൂ ഫലക്കും അജ്റുൻ അദീം, നിങ്ങൾ തഖ്വയുള്ളവരാവുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടാനുണ്ട് ട്ടോ എന്ന് അല്ലാഹു തആല പറയുന്നു. മാത്രമല്ല തഖ്വ എന്നത് ഭക്ഷണം വർദ്ധിക്കാനുള്ള കാരണമാണ്, ഭക്ഷണം കിട്ടാനുള്ള കാരണമാണ്. അല്ലാഹു തആല പറയുന്നു, നേരത്തെ നമ്മൾ ഓതിയ ആയത്ത്, വലു അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദി വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ തഖ്വയുള്ളവരാകുകയാണെങ്കിൽ ആകാശത്തിൽ നാം അവർക്ക് ബറക്കത്തുകൾ, ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ബറക്കത്തുകൾ എത്തിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. മറ്റൊരു പ്രസിദ്ധമായ ആയത്ത് വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ, ഈ ആയത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹദ്ദാദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ആരെങ്കിലും, ഞാൻ ആദ്യം ഓതിയ ആയത്താണത്, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. ഈ ആയത്ത് വളരെ ചെറിയൊരായത്ത്, മനപ്പാടമാക്കി വെക്കാൻ എളുപ്പമുള്ള ആയത്ത്. ആരെങ്കിലും ഇത് നിത്യവും ഒഴിവുള്ള സമയത്തൊക്കെ പാരായണം ചെയ്യുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ പട്ടിണി എന്ന അല്ലെങ്കിൽ ഫഖർ എന്ന് പറയുന്ന സാധനമുണ്ടാവുകയില്ല എന്ന് ഒരുപാട് മഹാന്മാർ പറഞ്ഞതായി കാണാം. പ്രത്യേകിച്ച് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇത് പതിവാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും വസിയത്ത് ചെയ്തതായി കാണാം. അത് ഒരു അനുഭവം കൂടിയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. സൂറത്തു തലാഖിലെ 2 മുതൽ 3 വരേക്കുമുള്ള ആയത്ത്. വളരെ ചെറിയ ആയത്താണ്, ആർക്കും മനപ്പാടമാക്കി വെക്കാൻ പറ്റിയ ആയത്താണ്, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ പറ്റിയ ആയത്താണ്. അർത്ഥം നോക്കൂ, വമൻ യത്തഖില്ല, ആരെങ്കിലും അല്ലാഹ്ക്ക് തഖ്വ ചെയ്താൽ യജ്അൽ ലഹു മഖറജ, അവന്റെ സർവ്വ പ്രശ്നങ്ങൾക്കും അവൻ മോചനം നൽകുന്നതാണ്. പ്രശ്നങ്ങൾക്കുള്ള മോചനത്തിന്റെ ഒന്നാമത്തെ മാർഗം തഖ്വയാണ്. മാത്രമാണോ തഖ്വയുടെ പ്രത്യേകത? വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് ഭക്ഷണം അല്ലാഹു തആല നൽകുന്നതാണ്. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല അവന്റെ ഭക്ഷണം നൽകുന്നതാണ്. ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഖിസ്സ കാണാം. അദ്ദേഹം കുറെ കാലമായി ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു. നിത്യജീവിതത്തിന് തന്നെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന, മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെ വകയില്ലാത്ത കാലത്ത് അദ്ദേഹത്തിനൊരു ആഗ്രഹം.
ഹജ്ജിന് പോയാൽ കുഴപ്പമില്ല. ബഗ്ദാദിലാണ് ഹാത്തിമുൽ അസ്സം റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, മക്കളോട് പറഞ്ഞു, ഞാനൊന്ന് ഹജ്ജിന് പോയാൽ എന്താണ്, നിങ്ങളതിന് സമ്മതിക്കുമോ? ഭാര്യയും ചെറിയ കുട്ടിയല്ലാത്ത എല്ലാ മക്കളും അതിനെതിർത്തു. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നിങ്ങൾ നിത്യവും പോയി വിറക് ശേഖരിച്ചും മറ്റും കൊണ്ടുപോയി വിറ്റ് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഹജ്ജിന് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്തു? ചെറിയ കുട്ടി പറഞ്ഞു, വളരെ ചെറിയ കുട്ടി പറഞ്ഞു, 4 വയസ്സോ അതിൻ്റെ താഴെയുള്ള കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞു, ഉപ്പ നിങ്ങൾ പോയിക്കോളി, നിങ്ങളല്ലല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, നിങ്ങൾ ഭക്ഷണം എത്തിച്ചു തരുന്ന ഒരു കൈകാര്യക്കാരൻ മാത്രമാണ്. ഞങ്ങൾക്ക് തിന്നാൻ തൊള്ള തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളി. ചെറിയ കുട്ടി ഇത് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കും തോന്നി, ഇപ്പം ഇവൾ പറഞ്ഞതല്ല നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അങ്ങനെ വാപ്പ തവക്കുലാക്കി ഹജ്ജിന് പോയി. ആദ്യത്തെ ദിവസം പട്ടിണി തന്നെ, ഒരു മാർഗവുമില്ല, ഒരു ഭക്ഷണവും ലഭിച്ചില്ല. രണ്ടാമത്തെ ദിവസം ഈ ചെറിയ കുട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു, നാഥ, എൻ്റെ ഉമ്മയും എൻ്റെ കുട്ടികൾ, എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ സഹോദരിമാരുമൊക്കെ നിന്നെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്, നീ എന്നെ വഷളാക്കരുത്. എൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് വാപ്പ ഹജ്ജിന് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നേ പറ്റൂ. അള്ളാഹുവിനോട് ഈ ചെറിയ കുട്ടി ദുആ ചെയ്തു. അള്ളാഹു തആല ദുആ സ്വീകരിച്ചു. അന്ന് അമീർ ആ വഴിക്ക് പോകുന്ന സമയത്ത് വേട്ടയാടാൻ വേണ്ടി പോയതായിരുന്നു അമീറും പരിവാരങ്ങളും. പോയി തിരിച്ചു വരുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത് കണ്ട കുടിലിൽ കയറി ആ കുടിലിൻ്റെ വാതിലിന് കൊട്ടി വെള്ളം ചോദിച്ചു. അപ്പം നോക്കുന്ന സമയത്ത് ഈ അകത്തിൽ നിന്ന് പെണ്ണ് ഏഞ്ചി നോക്കുന്ന സമയത്ത് ഒരാൾ വെള്ളം ചോദിക്കുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്നൊരു പാത്രത്തിൽ വെള്ളം എടുത്തു കൊടുത്തു. വെള്ളം കുടിച്ചപ്പോൾ യാദൃശ്ചികമായ അമീറിന് ആ വെള്ളം വല്ലാത്ത രസം, ഈ വെള്ളം വല്ലാത്ത രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, രാജാവേ, ഈ കുടുംബം എത്രയോ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന ആൾക്കാരാണ്. ഇന്നലെ അവരുടെ പിതാവ് ഹജ്ജിന് പോവുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ കാര്യം വളരെ ദയനീയമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അമീർ അത് ഉൾക്കൊള്ളുകയും അവരെ കൈയഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തു. അവർക്ക് തിരിച്ചു വരുന്നത് വരേക്കും അതിലപ്പുറവുമുള്ള ഭക്ഷണത്തിനാവശ്യമായ പണം ഈ അമീറിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പുറത്തോ ഹാത്തിമുൽ അസ്സം ഹജ്ജിന് പോയത് ഒരു പൈസയും ഇല്ലാതെയാണ്, ഒരു പണവുമില്ലാതെയാണ്. അദ്ദേഹം പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമമായിരുന്നു, എന്തായിരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. അങ്ങനെ ഹജ്ജിന് പോയ ടീമിൽപ്പെട്ട അമീറിന് രോഗം പിടിപെട്ടു. കാര്യപ്പെട്ട സമ്പന്നനായിരുന്നു, അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. പല മരുന്നുകളും കഴിച്ചു നോക്കി, അതുകൊണ്ടൊന്നും ഫലം കണ്ടില്ല. അവസാനം അയാൾ ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്വാലിഹ്യങ്ങളുണ്ടോ, ഒന്ന് മന്ത്രിച്ചൂതിയായി ചിലപ്പം മാറിക്കിട്ടും. അങ്ങനെ ഹാത്തിമുൽ അസ്സം മന്ത്രിച്ചൂതി രോഗം ശിഫയായി. അദ്ദേഹത്തിന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരേക്കുമ്പോൾ എല്ലാ ചെലവും ആ അമീർ വഹിക്കുകയുണ്ടായി. അപ്പോൾ തഖ്വയുണ്ടോ അവർക്ക് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഭക്ഷണം നൽകുമെന്ന് പറയുന്നത് കഥയല്ല, വിശുദ്ധ ഖുർആനാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. നമുക്കൊക്കെയുള്ള പേടി എന്താണ്? നമ്മുടെ മക്കളെ അവസ്ഥ എന്തായിരിക്കും, മക്കളെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ പേടിക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. നാം എന്നും ഓതുന്ന അൽക്കഫിലുള്ളതല്ലേ, വകാന അബൂഹുമാ സ്വാലിഹ, നാം എന്നും ഓതുന്ന, എല്ലാ ആഴ്ചയും ഓതുന്ന ആയത്തല്ലേ. എങ്ങനെയാണ് ആ കുട്ടികളെ അല്ലാഹു തആല സംരക്ഷിച്ചതിൻ്റെ കാരണം? ഉമ്മയും ഉപ്പയും തഖ്വയുള്ളവരായിരുന്നു. നാം തഖ്വയുള്ളവരാണോ? നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നാം പേടിക്കേണ്ടതില്ല എന്ന് എല്ലാ ആഴ്ചയും നാം എല്ലാവരും ഓതുന്ന ആയത്താണ് വകാന അബൂഹുമാ സ്വാലിഹ. അവരുടെ രണ്ടുപേരുടെയും ഉമ്മയും ഉപ്പയും തഖ്വയുള്ളവരായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അവരെ കുഴക്കുകയില്ല, ബുദ്ധിമുട്ടിക്കുകയില്ല. നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തൊള്ള തന്ന, വായ തന്ന അള്ളാഹുവിന് ആ വായയിലേക്ക് ഭക്ഷണം നൽകാനും കഴിയും. നമ്മുടെ മക്കൾക്ക് വായ നൽകിയ അള്ളാഹുവിന് അവർക്ക് ഭക്ഷണം നൽകാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത വിചാരിക്കാത്ത മാർഗത്തിലൂടെ ഭക്ഷണം ലഭിക്കും. അമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബു, അല്ലാഹ് മതി അവന് വേറൊരാളെയും ആവശ്യമില്ല. കാരണം എന്താ? ഇന്നല്ലാഹ ബാലിഗു അംരി, അവന്റെ കാര്യം അല്ലാഹ് നടത്തിക്കൊടുക്കുക തന്നെ ചെയ്യും. നിശ്ചയം അള്ളാഹു അവന്റെ കാര്യം നടത്തിക്കൊടുക്കും. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അള്ളാഹു സർവ്വ കാര്യങ്ങൾക്കും ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്.
മറ്റവന് കിട്ടിയതുപോലെ ഇവന് കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാറ്റിനും അള്ളാഹു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അവനെ അള്ളാഹു തആല പട്ടിണിക്കിടുന്നതല്ല, അവനെ അള്ളാഹു തആല ബുദ്ധിമുട്ടിക്കുന്നതല്ല തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിൽ. അതാണല്ലോ നേരത്തെ ഞാൻ ചൊല്ലിയ ബൈത്തിലുള്ളത്, തസവ്വദ് മിനത്ത് തഖ്വ ഫഇന്നക ലാ തദ്രി. ഓ നീ തഖ്വ എന്ന ആ പദയം, ആ ഭക്ഷണം നീ സ്വീകരിച്ചോ, എന്നാൽ ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രിയായാൽ നീ പ്രഭാതം പുലരുന്നത് വരെ ജീവിക്കുമോ എന്ന് നിനക്കറിയാൻ കഴിയുന്നില്ല. അലൈക ബി തഖ്വല്ലാഹി ഇൻ കുൻത ഗാഫില, നീ എപ്പോഴും തഖ്വയിലായി ജീവിക്കണം, നീ അശ്രദ്ധവാനായി പോകരുത്. യഅതീക ബിൽഅർസാഖി മിൻ ഹൈസു ലാ തദ്രി, നീ പ്രതീക്ഷിക്കാത്ത, നിന്നെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഭാഗത്തിലൂടെ നിനക്ക് ഭക്ഷണം തരും. വകൈഫ തഖാഫുൽ ഫഖ്റ വല്ലാഹു റാസിഖു, നീ എന്തിനാണ് ഫഖറിനെ പേടിക്കുന്നത്? അല്ലല്ലേ റിസ്ക് നൽകുന്നവൻ. ഫഖദ് റസഖത് ത്വയ്റ വൽ ഹൂത ഫിൽ ബഹരി, എത്ര ചെറിയ പ്രാണികൾ, അവർക്ക് പോലും അല്ലാഹു തആല ഭക്ഷണം നൽകിയില്ലേ? സമുദ്രത്തിൽ എത്ര കോടി മത്സ്യങ്ങളാണ്. അവരേതെങ്കിലും ദിവസം ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ സമരം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഭക്ഷണം കിട്ടാത്തൊരു ദിവസം അവർക്കുണ്ടായിട്ടുണ്ടോ? ഈ കോടാനക്കോടി വസ്തുക്കൾക്കൊക്കെ അല്ലാഹു തആല ഭക്ഷണം നൽകിയെങ്കിൽ മനുഷ്യ നീ എന്തിന് പേടിക്കണം? അവൻ നിനക്കും ഭക്ഷണം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു. പക്ഷേ ഒന്ന് മാത്രം, വമൻ യത്തഖില്ലാഹ്, അള്ളാഹുവിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. അപ്പൊ എന്റെ സഹോദരന്മാര്, സൂറത്തു തലാഖിലെ 2-3 ഈ ആയത്തുകൾ കാണാതെ പഠിച്ചു വെക്കുക. ഒഴിവുണ്ടാവുന്ന സമയത്തൊക്കെ അത് ചെല്ലുന്നത് ഭക്ഷണം വർദ്ധിക്കാനും റിസ്ക് ഉണ്ടാവാനും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവാൻ കാരണമാകും. മാത്രമല്ല അള്ളാഹുവിന്റെ തഖ്വ ചെയ്യുക എന്നുള്ളത് ശത്രുക്കളുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്, അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും, നിങ്ങൾക്ക് വല്ല നന്മയും കിട്ടിയാൽ അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അല്ല, നന്മയും നിങ്ങൾക്ക് കിട്ടിയാൽ അത് അവർക്ക് സഹിക്കാൻ, നാം ഇന്ന് കാണുന്നത് അല്ലേ, നമുക്കെന്തെങ്കിലും നന്മ കിട്ടിയാൽ അത് സഹിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല. വൈൻ തുസിബുക്കും സയ്യിഅത്തുൻ യഫറഹു ബിഹാ, അതേസമയം നിങ്ങൾക്ക് വല്ല തിന്മയും വന്നെത്തിയാലോ അതിൽ അവർ വല്ലാത്ത സന്തോഷമാണ്. എന്തെങ്കിലും ഒരു മോശമായ കാര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ അതിലവർ സന്തോഷിക്കും. വൈൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമയുള്ളവരാവുകയും വതത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരും ആകുകയാണെങ്കിൽ ലാ യദുറുക്കും കൈദുഹും ഷൈആ, അവരുടെ കുതന്ത്രങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഏശുന്നതല്ല. തഖ്വയും ക്ഷമയും നിങ്ങൾക്കുണ്ടോ, അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾ ഏശുന്നതല്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അവർ ചെയ്യുന്നതൊക്കെ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വനജ്ജൈനല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തി. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവർ തഖ്വയുള്ളവരായിരുന്നു, അതുകൊണ്ട് തന്നെ നാം അവരെ രക്ഷപ്പെടുത്തി. മറ്റൊരു തഖ്വയുടെ ഫലം ഇന്നൽ ആഖിബത്ത ലിൽ മുത്തഖീൻ, പാരത്രിക വിജയം അല്ലെങ്കിൽ അന്തിമമായ വിജയം അതാർക്കാണ്? തഖ്വയിലുള്ളവരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൗമിനോട് പറഞ്ഞ സംഭവം അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഖാല മൂസാ ലി ഖൗമിഹി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഈനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടൂ. വസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കൂ. ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി ആരുടേതാണ്? അത് അല്ലാഹുവിൻ്റെതാണ്. യൂരിസുഹാ മൻ യശാഉ, അത് അല്ലാഹു ഉദ്ദേശിച്ചവർക്കാണ് അവൻ നൽകുക. മിൻ ഇബാദി, അവന്റെ അടിമകളിൽ നിന്ന്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പക്ഷേ ദുനിയാവ് ആർക്കൊക്കെ കിട്ടിയാലും ആഖിബത്ത് ആർക്കാണ്? അത് തഖ്വയുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നു, തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക നബിയേ, ഈ പറഞ്ഞ അമ്പിയാക്കളുടെ കഥകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഗൈബായി പറഞ്ഞു തരുന്ന സംഭവങ്ങളാണ്. മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക, നിങ്ങൾക്കോ നിങ്ങളുടെ സമുദായത്തിനോ ഈ നബിമാരുടെ കഥകളൊന്നും അറിയുമായിരുന്നില്ല, നാം പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ഫസ്ബിർ, അങ്ങ് ക്ഷമിക്കുക. ഇന്നൽ ആഖിബത്ത ലിൽ മുത്തഖീൻ, ആഖിബത്ത് ആർക്കാണ്? അന്തിമ വിജയം ലഭിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുഅ്മിനൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, ആ പാരത്രിക ലോകത്തുള്ള സ്വർഗ്ഗലോകം അത് നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി, ഭൂമിയിൽ അഹങ്കാരം നടിക്കാത്ത, കിബിർ നടിക്കാത്ത, ഞാനൊരു വലിയവനാണെന്നുള്ള അഹങ്കാരമില്ലാത്ത ആളുകൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചതാണ്. വലാ ഫസാദ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്തവരുമായ ആളുകൾക്ക്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ആഖിബത്ത് മുത്തഖീങ്ങൾക്കാണ് കേട്ടോ. വീണ്ടും അല്ലാഹു തആല പറയുന്നു, മസറുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ മാതൃക എന്താണ്? തജ്രീ മിൻ തഹ്തിഹാ, അതിന്റെ താഴ്വരയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അൽ അൻഹാറു, അരുവികൾ.
ഉകുലുഹ ദായിമുൻ, അതിൻ്റെ ഫലങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാരക്ക ഒരു കാലത്തേ ഉണ്ടാവും, മാങ്ങ ഒരു കാലത്തേ ഉണ്ടാവും. എന്നാൽ സ്വർഗത്തിലെ ഫലങ്ങൾ അങ്ങനെയല്ല, എല്ലാ സമയത്തും ഉണ്ടാകും. അതുപോലെ തന്നെ വദില്ലുഹ, അതിൻ്റെ നിഴലും. ഭൂമിയിലെ നിഴല് രാവിലെ ഒരു ഭാഗത്തേക്കായിരിക്കും, ഉച്ചക്കത് തീരെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വൈകുന്നേരം മറ്റൊരു ഭാഗത്തേക്കായിരിക്കും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ സ്വർഗീയ തോട്ടങ്ങളുടെ നിഴൽ എപ്പോഴും ഒരുപോലെയാണ്. തിൽക ഉഖ്ബല്ലദീന ഇത്തഖൂ, അത് ആർക്കുള്ളതാണ്? ആ സ്വർഗലോകം, ആ അന്തിമ വിജയം ആർക്കുള്ളതാണ്? അത് മുത്തക്കീങ്ങളായ ആളുകൾക്കുള്ളതാണ്. അതേസമയം ഉഖ്ബൽ കാഫിരീന അന്നാർ, കാഫിരീങ്ങളുടെ അന്തിമം എന്താണ്? അത് നരകമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല തഖ്വ എന്നുള്ള ഈ വിശേഷണം അല്ലാഹു തആല അവന്റെ ഔലിയാക്കന്മാർക്ക് നൽകിയ വിശേഷണമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വമാലഹും അല്ലാ യുഅദ്ദിബഹുമുല്ലാഹു വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്നതിനെ തൊട്ട് തടയുന്ന ആളുകളെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് കാരണമാണ്? അവർക്ക് ശിക്ഷക്ക് അർഹരാണ്. വമാ കാനു ഔലിയാ, അവരൊന്നും അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല. മക്കാ മുശ്രിക്കുകളൊന്നും എന്തല്ല? അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല. ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ ആരാണോ അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അവരിൽ അധിക പേർക്കും അത് അറിയുകയില്ല. ഇന്നഹും ലൻ യുഗ്നൂ അൻക മിനല്ലാഹി ശൈഅ വഇന്നൽ ളാലിമീന ബഅദുഹും ഔലിയാഉ ബഅദ്, നിശ്ചയമായും അവർ അങ്ങയെ തൊട്ട് ഒന്നും നേടാൻ, അവർക്കൊന്നും നേടാൻ സാധ്യമല്ല. വഇന്നൽ ളാലിമീന ബഅദുഹും ഔലിയാഉ ബഅദിൻ, ളാലിമീങ്ങൾ അവർ പരസ്പരം സഹായികളാണ്. പക്ഷേ വല്ലാഹു വലിയുൽ മുത്തഖീൻ, അല്ലാഹ് ആരുടെ സഹായിയാണ്? മുത്തഖീങ്ങളുടെ സഹായിയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയോ ദുഃഖമോ ഇല്ല. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അവർ തഖ്വയുള്ളവരായിരുന്നു, വിശ്വാസികളായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല മനുഷ്യനെ വേർതിരിച്ചറിയാൻ, ആരാണ് നല്ലവൻ അല്ലാത്തവൻ ആരാണെന്ന് വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമാണ് തഖ്വ എന്നുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബ, നിങ്ങളെ വിവിധ സമുദായങ്ങളാക്കി മാറ്റി. വഖബായില, പല ഗോത്രങ്ങളാക്കി. എന്തിനാണ് അങ്ങനെയൊക്കെ ആക്കിയത്? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന അക്രമക്കും എന്തല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഉത്തമർ ആരാണ്? അത് അത്ഖാക്കും, ആരാണോ നിങ്ങളിൽ നിന്ന് തഖ്വയുള്ളവർ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളവർ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, ഇതൊക്കെ അള്ളാഹ്ക്ക് നല്ല അറിയും ചെയ്യുക, ആരാണ് തഖ്വയുള്ളവരെന്ന് അള്ളാഹ്ക്ക് അറിയുന്നതാണ്. മാത്രമല്ല അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ജാ റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു സഫറൻ ഫസവ്വിദ്നി, ഞാനൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കാം. ഫസവ്വിദ്നി, എനിക്ക് ആവശ്യമുള്ളത് അങ്ങ് നിർദ്ദേശിച്ചു തന്നാലും, പൈസ തന്നാലും എന്നർത്ഥവും വെക്കാം, അല്ല അങ്ങ് വസിയത്ത് ചെയ്താലും ഉപദേശം ചെയ്തു തന്നാലും എന്നർത്ഥവും വെക്കാം. ഖാല, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, സവ്വദകല്ലാഹു തഖ്വ, നിനക്ക് അല്ലാഹു തആല തഖ്വ സാദാക്കി നൽകട്ടെ, തഖ്വ ഹൃദയമാക്കി നൽകട്ടെ, ഭക്ഷണമാക്കി നൽകട്ടെ. ഖാല, സ്വഹാബി പറഞ്ഞു, സിദിനി യാ റസൂലല്ലാഹ്, അതുപോലെ ഇനിയും വേണം, ഇനിയും അങ്ങ് പറഞ്ഞു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗഫറ ദംബക, വലിയ നേട്ടമായി പോയി, നിന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരട്ടെ. ബഹുമാനപ്പെട്ട സ്വഹാബി പറഞ്ഞു, സിദിനി ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും അങ്ങേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു, ഇനിയും അങ്ങ് തരൂ. അപ്പോൾ പറഞ്ഞു, വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും നിനക്ക് ഖൈർ നൽകട്ടെ അല്ലാഹു തആല, നിനക്ക് ജീവിതത്തിൽ വിഷമം എന്ന് പറയുന്ന സാധനം തരാതിരിക്കട്ടെ, എവിടെയാണെങ്കിലും സന്തോഷം നൽകട്ടെ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല സാദ്, ഏറ്റവും നല്ല ഭക്ഷണം തഖ്വയാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നു. മാത്രമല്ല കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡവും എന്താണ്? തഖ്വയാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ, വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖിരി ഖാല ലഅഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. യാത്തിൽ അല്ലാഹു പറയുന്നു, അള്ളാഹ് സ്വീകരിക്കുക ആരുടെ പക്കൽ നിന്നാണ്? മുത്തഖീങ്ങളിൽ നിന്നേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ഹജ്ജിന്റെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. കോടിക്കണക്കിന് ആടുകളെയും
മാടുകളെയും ഒക്കെ ഹജ്ജ് വേളയിൽ അറുക്കുന്നു. അതിനൊന്നും രക്തമോ മാംസമോ അള്ളാഹ് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള നെയ്യത്താണ് അള്ളാഹുവിനെത്തുക. തഖ്വ, നിങ്ങളുടെ തഖ്വ അത് അറുത്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എല്ലാവരും അറുക്കുന്നത് നമ്മളും അറുക്കുന്നു എന്നതാണോ? അല്ല, ഞാനും അറുത്തു എന്നെല്ലാവരോടും പറയാൻ വേണ്ടിയാണോ? എന്നാൽ അതിൻ്റെ പൈസയും പോയി, ആ മാംസവും പോയി. നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത് തഖ്വയാണ്. തഖ്വ നിങ്ങൾക്കുണ്ടോ? നല്ല ഉദ്ദേശമുണ്ടോ? നിങ്ങൾക്ക് എത്തുന്നതാണ്. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത തഖ്വയുടെ എല്ലാ ബന്ധങ്ങളും മുറിയുന്ന സമയത്ത് അവശേഷിക്കുന്ന ഏക ബന്ധമാണ് തഖ്വ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അൽ അഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വ്. അന്ന് ചങ്ങാതിമാരൊക്കെ, കൂട്ടുകാരൊക്കെ പരസ്പരം ശത്രുക്കളായി മാറും. ആഖിറത്തിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഭൂമിയിൽ നമ്മുടെ ചങ്ങാതിമാര് എത്രയോ രാമന്മാരുണ്ടാവാം, എത്രയോ ചന്ദ്രന്മാരുണ്ടാവാം, പലരും ഉണ്ടാവാം. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. നാം നിസ്കരിക്കുന്നവരായിരിക്കും, നമ്മുടെ കൂടെയുള്ളവർ തെറ്റിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. പക്ഷെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇങ്ങനത്തെ ചങ്ങാതിമാരൊക്കെ ആഖിറത്തിൽ എന്താണ്? അവരൊക്കെ വൈപിരിയും, പരസ്പരം ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ അവര് അവിടെയും ചങ്ങാതിമാരായിരിക്കും. ഒരാൾ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തും, ഷഫാഅത്ത് ചെയ്യും. ഞാൻ രക്ഷപ്പെട്ടാൽ മറ്റൊരാൾ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കും. ഇതൊക്കെ തഖ്വയുള്ളവരുടെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നു, തഖ്വയുള്ളവരാണ് വിജയികൾ. മയ്യുത്തിഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ആരൊക്കെ അള്ളാഹുവിനെ വഴിപ്പെടുകയും റസൂലിനെ വഴിപ്പെടുകയും അള്ളാഹുവിനെ പേടിക്കുകയും അവന് തഖ്വ ചെയ്യുകയും ചെയ്താൽ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയികൾ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. മാത്രമല്ല, തഖ്വയുടെ മറ്റൊരു പ്രത്യേകതയാണ് അതിന്റെ പ്രതിഫലം സ്വർഗമാണ്. തഖ്വയുടെ മറ്റൊരു പ്രത്യേകതയാണ് അത് ഇൽമ് ലഭിക്കാൻ കാരണമാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വത്തഖുല്ലാഹ, നിങ്ങൾ തഖ്വയുള്ളവരാകുക. എന്നാൽ വയു അല്ലിമുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. തഖ്വയുണ്ടോ? ഇൽമ് അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ, അല്ലാഹുക്കെല്ലാം അറിയാലോ. അപ്പൊ നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കൂ, ഇൽമ് തന്നാലെ നിങ്ങൾക്ക് തരും. അതാണ് അല്ലാഹു തആല പ്രത്യേകം സെലക്ട് ചെയ്ത ഔലിയാക്കന്മാരൊക്കെ പഠിക്കാതെ തന്നെ ഇൽമിന്റെ ഉടമകളാവാനുള്ള കാരണം. ഇത്തരം ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവും. ഒരു പ്രത്യേക തെരഞ്ഞെടുത്തുകൊണ്ട് അല്ലാഹു തആല ചില മഹാന്മാരെ ഔലിയാക്കന്മാരുടെ നേതാക്കളാക്കി വെച്ചതായി കാണാം. അത്തരം മഹാന്മാർക്കൊക്കെ ഇൽമ് അവർ എവിടെ നിന്നോ പറയുന്നത് കാണും. അതിന്റെ കാരണം എന്താണ്? അവർ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചതുകൊണ്ട് വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പക്ഷേ അതൊക്കെ എന്തായിരിക്കണം? ശരീഅത്തിന് അനുഗുണമായ ഇൽമാണെങ്കിൽ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ. അല്ലാത്ത ഇൽമുകളൊക്കെ തള്ളപ്പെടുന്നതാണ്. മറ്റൊരു പ്രത്യേകത, തഖ്വയുടെ പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. അല്ലാഹു തആല പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ജൽദി വേഗം പുറപ്പെടുക. എങ്ങോട്ടില്ല? മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ മഗ്ഫിറത്തിലേക്ക്. വജന്നത്തിൻ, ഒരു വിശാലമായ സ്വർഗം. അതിന്റെ വലിപ്പം എത്രയാണ്? അർദുഹാ അസ്സമാവാതു വൽ അർദു. അതിന്റെ അകലം തന്നെ ആകാശഭൂമികളോളമാണ്. ആകാശഭൂമികളോളം അതിന്റെ അകലം തന്നെയുണ്ട്. പിന്നെ അതിന്റെ നീളം എത്രയായിരിക്കും? അതാർക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്? മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാഹു അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വലനിഅമ ദാറുൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ വീട് എന്തുമാത്രം നല്ലതാണ്, എത്ര നല്ലതാണ്. ജന്നാത്തു അദ്നിൻ, അത് സ്വർഗമാണ്. യദ്ഖുലൂനഹ, അതിലേക്ക് അവർ പ്രവേശിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്വരയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. ലഹും ഫീഹാ മാ യശാഊൻ, അവരെന്തൊക്കെ ഇച്ഛിക്കുന്നു അതൊക്കെ അവർക്ക് അതിൽ കിട്ടുന്നതാണ്. കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങളുടെ പ്രതിഫലമാണ്. അപ്പോൾ വളരെ ചെറിയ കാര്യം നാം ഈ ഭൗതിക ലോകത്ത് ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളാണ് ഇതൊക്കെ. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നു, മസറുൽ ജന്നത്തി അല്ലത്തി വുഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ മാതൃക ഒന്ന് കേട്ടോളി. എന്താണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത? ഫീഹാ അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിനിൻ, കലർപ്പില്ലാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട് ആ സ്വർഗത്തിൽ. കലർപ്പില്ല. ഭൗതികമായ വെള്ളത്തിന് എന്തെങ്കിലും ചെറിയത് അതിൽ ചേരുമ്പോഴേക്ക് ഒരു കൈ തട്ടിയാൽ ചിലപ്പോൾ അതിന് കലർപ്പ് വന്നേക്കാം. പക്ഷേ സ്വർഗലോകത്തിലെ അരുവികൾക്കൊന്നും കലർപ്പില്ല. പിന്നെ ഫിയാ അൻഹാറു മിൻ മാഇൻ, വെള്ളത്തിനാലുള്ള അരുവികളുണ്ട്. ഗൈരി ആസിനിൻ, കലർപ്പില്ലാത്ത. അൻഹാറു മിൻ ലബനിൻ, പാലിനാലുള്ള അരുവികളുണ്ട്. പാല് കൊണ്ടുള്ള അരുവി, അത് പാല് തന്നെയാണ്. ലം യതഗയ്യർ താമു, കൈ തട്ടുന്നത് കൊണ്ടോ. നമ്മളെ ദുന്യാവിലെ പാലാണെങ്കിൽ ഒരിക്കൽ
തൊട്ട സ്പൂണ് പിന്നീട് തട്ടിയാൽ അത് കേടുവന്നു പോകും, കൈ തട്ടിയാൽ അത് കേടുവന്നു പോകും, ആ വായ കൊണ്ട് കുടിച്ച് ബാക്കി വെച്ചാൽ അത് കേടുവന്നു പോകും. പക്ഷേ സ്വർഗത്തിലുള്ള പാലിന്റെ അരുവിന്റെ പ്രത്യേകത എന്താണ്? ലം യതഗയ്യർ തഅമു, രുചിഭേദമില്ലാത്ത, അതൊരിക്കലും അതിന്റെ രുചിക്ക് മാറ്റമുണ്ടാവുകയില്ല, എന്നും അത് അതുപോലെ നിലനിൽക്കുന്നതാണ്. വഅൻഹാറും മിൻ ഖംറിൻ, കള്ളിനാലുള്ള സ്വർഗം, കള്ളിനാലുള്ള അരുവി. ആ അരുവിയുടെ പ്രത്യേകത എന്താണ്? ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് അത് സ്വാദിഷ്ടമാണ്, വല്ലാത്ത രസമുള്ള കള്ളാണത്. വഅൻഹാറും മിൻ അസലിൻ, തേനിനാലുള്ള അരുവികളും. മുസഫൻ, വളരെ ശുദ്ധമായ, യാതൊരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ തേനിനാലുള്ള അരുവി. അല്ലാഹു തആല അത് കുടിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഈ പരിശുദ്ധ ആയത്തിന്റെ ബറക്കത്തുകൊണ്ട് അത് കുടിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വലഹും ഫിഹാ, ഇങ്ങനെ തഖ്വയുള്ളതായ ആളുകൾ അഥവാ മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ഗുണങ്ങളാണ് ഈ പറയുന്നത്, ഇതിന്റെ മാതൃകയാണ് പറയുന്നത്. വലഹും ഫിഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും അവർക്കത് ലഭിക്കുന്നതാണ്. മാത്രമല്ല വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം, അവർ ചെയ്തു പോയ ചെറുദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ, അത്തരം ആളുകൾ നരകത്തിൽ ശാശ്വതമായ ആളുകളെ പോലെയാണോ? ഒരിക്കലുമല്ല. വസുഖൂ മാഅൻ ഹമീമ, ഈ നരകത്തിൽ ശാശ്വതമായ ആളുകൾക്ക് വസുഖൂ മാഅൻ ഹമീമ, ചുട്ടുപൊള്ളുന്ന വെള്ളമാണ് നരകത്തിലുള്ളവർക്ക് കുടിപ്പിക്കപ്പെടുക. ഫഖത്ത അംആഹും, അവരുടെ ആമാശയങ്ങളെ കീറിപ്പൊളിക്കുന്ന ചൂടായിരിക്കും അതിനുണ്ടാവുക. ആ വെള്ളത്തിന്, നരകത്തിൽ കൊടുക്കുന്ന വെള്ളത്തിന്റെ ചൂട് അവരുടെ ആമാശയങ്ങളെ കീറിപ്പൊളിക്കുന്നവർ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നു, വസീകല്ലദീന ഇത്തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, വസീകല്ലദീന ഇത്തഖൗ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ആളുകളെ അല്ലാഹു തആല കൂട്ടം കൂട്ടമായി തൊളിച്ചു കൊണ്ടുപോകും. എങ്ങോട്ട്? ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറ, കൂട്ടമായി തൊളിച്ചു കൊണ്ടുപോകും. ഹത്താ ഇദാ ജാഊഹ, അങ്ങനെ ആ സ്വർഗത്തിനടുക്കൽ അവരെത്തിക്കഴിഞ്ഞാൽ വഫുതിഹത് അബ്വാബുഹ, അതിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ട് കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാം. അങ്ങനെ വഖാല ലഹും ഖസനതുഹ, അതിന്റെ സൂക്ഷിപ്പുകാര് ഈ കൂട്ടമായി വരുന്ന തഖ്വയിൽ അധിഷ്ഠിതമായ മുത്തഖീങ്ങളോട് പറയുന്നതാണ്, സലാമുൻ, നിങ്ങൾക്ക് സലാം. മലക്കുകൾ കൂട്ടമായി നമ്മോട് പറയും, നിങ്ങൾക്ക് സലാം. സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങൾ നല്ലവരായി കഴിഞ്ഞുകൊള്ളുക. ഫദ്ഖുലൂഹ ഖാലിദീൻ, ഇനി ഒരിക്കലും പുറത്തു വരേണ്ടതില്ലാത്ത രൂപത്തിൽ ശാശ്വതമായി നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്ന് മലക്കുകൾ അവരോട് സന്തോഷവാക്കുകൾ പറയുന്നതാണ്. അല്ലാഹുവിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. മഹാനായ, അപ്പോൾ നാം എത്രയോ ആയത്തുകളിലൂടെ, ആയത്തുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് ആയത്തുകളിലൂടെ തഖ്വയുടെ പ്രത്യേകതയും തഖ്വയുടെ ഫലങ്ങളും തഖ്വ കൊണ്ടുള്ള നേട്ടങ്ങളും നാം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നാം കഴിവിന്റെ പരമാവധി, നേരത്തെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഹറാം വെടിഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓതിയല്ലോ, ഇത്തഖിൽ മഹാരിമ തകുൻ ആബദന്നാസ്, നീ ഹറാം വെടിഞ്ഞ് ജീവിച്ചാൽ തന്നെ നീ വലിയ ആബിദായി മാറുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹറാമുകളെ വെടിഞ്ഞുകൊണ്ട് ഫർളായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിച്ചാൽ തന്നെ മുത്തഖീങ്ങളായി മാറുന്നതാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖുതുബയിൽ പറഞ്ഞത്, ആദ്യമായി പറഞ്ഞ അമ്മാ ബഅദു ഫഇന്നി ഉസീകും ബിത്തഖ്വല്ലാഹ്, മഹാനവരുടെ ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞതാണ്, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക, അതിനുവേണ്ടി ഞാൻ വസിയത്ത് ചെയ്യുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് തന്റെ ഖിലാഫത്ത് കൈമാറുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്താണ്? വഅവ്വലു മാ ഖാലഹു ലഹു ഇത്തഖില്ലാഹ യാ ഉമർ, ഇതാണ് ഒന്നാമതായി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഉമറെ, നീ തഖ്വയുള്ളവനാകണം കേട്ടോ, നീ ഏറ്റെടുക്കുന്ന ദൗത്യം ഒരു വലിയ ദൗത്യമാണ്, നീ തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണം. അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകന് കത്തെഴുതിയപ്പോൾ ആ കത്തിൽ എഴുതിയ ആദ്യത്തെ പദം എന്താണ്? ഫഇന്നി ഉസീക ബിത്തഖ്വല്ലാഹ് അല്ലദീ ലാ ബുദ്ദ ലക മിൻ ലിഖാഇ, അള്ളാഹുവിനെ കാണണമെന്ന് നിനക്ക് തീർച്ചയാണല്ലോ, അതുകൊണ്ട് ആ അള്ളാഹുവിനെ സൂക്ഷിച്ച് നീ ജീവിക്കണം. വലാ മുൻതഹാ ലക ദൂനഹു വയംലികു ദുനിയ വൽ ആഖിറ, അള്ളാഹുവാണ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഉടമ, അതുകൊണ്ട് ആ അള്ളാഹുവിനെ പേടിച്ച് നീ ജീവിച്ചോ, അവൻ നിനക്കെല്ലാം നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഒരാള് ഒരു സോപ്പ്, ഒരു മദ്ഹിന്റെ വാക്ക് പറഞ്ഞു, ലാ യസാലു നാസു ബി ഖൈരിൻ മാ ദുംത ഫീഹിം യാ അമീറൽ മുഅ്മിനീൻ,
നിങ്ങളുള്ളപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മളെ ഓഫീസിലൊക്കെ പറയുന്നുണ്ട്, നീ ഇവിടെ ഇല്ല ഞാൻ രസമല്ല, നീ ഉണ്ടായപ്പോൾ ഇവിടെ 100 എന്നതുപോലെ ഉമർ റളിയല്ലാഹു സോപ്പിട്ടുകൊണ്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉള്ള കാലത്തോളം ഞങ്ങളൊക്കെ സന്തോഷത്തിലാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താണ്? ലാ യസാലുൻ നാസു ബി ഖൈരിൻ മാ അർദൗ റബ്ബഹും. ജനങ്ങൾ ഖൈറിലായിക്കൊണ്ടിരിക്കും എപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി അവർക്കുണ്ടോ, തഖ്വ അവരിലുണ്ടോ, ആ സമയത്തൊക്കെ എന്തായിരിക്കും? ജനങ്ങൾ സന്തുഷ്ടരായിരിക്കും, ഖൈറിലായിരിക്കും, അല്ലാതെ എന്നെ കൊണ്ടുള്ള ശ്രേഷ്ഠതയല്ലാതെ എന്ന്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅദത്തുൻ നാസി ഫിദ്ദുന്യ അൽ അസ്ഖിയ. ദുന്യാവിൽ ജനങ്ങളുടെ നേതാക്കന്മാരാരാണ്? അത് പണക്കാരാണ്. ദുന്യാവിൽ ജനങ്ങളുടെ നേതാവ് പണം കൊടുക്കുന്ന ആൾക്കാരെ, ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്ന, ആര് എന്ന് ചോദിച്ചാലും പൈസ കൊടുക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന ആളുകളായിരിക്കും ദുന്യാവിൽ ജനങ്ങളുടെ നേതാക്കന്മാർ. എന്നാലോ വസാദത്തുന്നാസി ഫിൽ ആഖിറ, ആഖിറത്തിൽ ജനങ്ങളുടെ നേതാവ് ആരായിരിക്കും? അൽ അത്ഖിയാഉ, തഖ്വയുള്ളവരായിരിക്കുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ബഹുമാനപ്പെട്ട ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു പറയാണ്, തഅരിഫു തഖ്വർ റജുലി ഫി സലാസത്തി അഷ്യാ. ഒരു മനുഷ്യന്റെ തഖ്വ അറിയാൻ 3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് ഫി അഖ്ദിഹി വമൻഇ, കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും. കൊടുക്കുന്നതിൽ ആരെങ്കിലും ചോദിച്ചാൽ കഴിയുമെങ്കിൽ സഹായിക്കുന്നുണ്ടോ, അതുപോലെ വാങ്ങുന്നതിൽ, ആ തിരിച്ചു തരുന്നതിലും കൊടുക്കുന്നതിലും, അതുപോലെ വകലാമി, സംസാരത്തിലൂടെയും. ഇതിലൂടെ ഒരു മനുഷ്യന്റെ തഖ്വയെ മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു സംഭവം, റഅ മൂസ അലൈഹിസ്സലാം റജുലൻ ജാലിസൻ ഫീ ദില്ലിൽ അർശി. അർശിന്റെ നിഴലിൽ ഒരാൾ ഇരിക്കുന്നതായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടു. യാ റബ്ബി മാ ഹാദ, ഇതെന്താണ്? ഇയാൾ ഇപ്പം തന്നെ ഇത്ര വലിയ ഉഷാറായിട്ട് അർശിന്റെ നിഴലിൽ ഇരിക്കാനുള്ള കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ഹാദാ അബ്ദുൻ ലാ യഹ്സുദുൻ നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. ഇയാളുടെ പ്രത്യേകത, അദ്ദേഹം ഒരിക്കലും അസൂയ വെച്ചിട്ടില്ല, ഒരാളെ കുറിച്ചും അസൂയ വെച്ചിട്ടില്ല. വബർറ ബി വാലിദിഹി, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനാണ്. മാത്രമല്ല ലാ യംശി ബിൻ നമീമ, നമീമത്ത് പറയുന്നവനുമല്ല അവൻ. ഖാല യാ റബ്ബി അയ്യുൽ അമലി അഹബ്ബു ഇലൈക അൻ അമല ബി, ഞാൻ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല അമൽ, നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല അമൽ എന്താണ്? ഞാനത് ചെയ്യാം. അതേതാണ്? ഖാല തദ്കുർനി വലാ തൻസാനി. ഇത്രമാത്രം നല്ല മറുപടി. അള്ളാഹ് പറഞ്ഞു, നീ എന്നെ ഓർത്തുകൊണ്ടിരിക്കുക, എന്നെ മറക്കാതിരിക്കുക. അള്ളാഹിന് ഓർമ്മയുണ്ടോ? തെറ്റുകൾ ചെയ്യുകയില്ല. ഖാല അയ്യു ഇബാദിക ഖൈറുൻ അമല, ഏറ്റവും നല്ല അമൽ ചെയ്ത അടിമകൾ ആരാണ്? ഖാല മൻ ലാ യക്ദിബു ലിസാനു, നാവ് കളവ് പറയാത്തവനാണ്. അല്ലാഹു തആല അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കളവ് പറയാത്ത ആളുകൾ. വലാ യഫ്ജുറു ഖൽബു, ഖൽബിൽ നിഫാഖില്ലാത്തവൻ. വലാ യസ്നി ഫർജു, ഗുഹ്യസ്ഥാനം വ്യഭിചാരം ചെയ്യാത്തവൻ. ഇവനാണ് എൻ്റെ അടുക്കൽ ഏറ്റവും നല്ല ആൾ. മുഅ്മിനുൻ ഫീ ഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവമുള്ള മുഅ്മിൻ. നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ തന്നെയാണ്. വഅയ്യു ഇബാദിക ശർറുൻ അമല, എന്നാൽ മൂസാ നബി വീണ്ടും അല്ലാഹുവിനോട് ചോദിച്ചു, നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ അമൽ ചെയ്യുന്നവർ ആരാണ്? ഖാല ഫാജിറുൻ ഫീ ഖുലുഖിൻ സയ്യിൻ, വളരെ മോശമായ സ്വഭാവമുള്ളവനാണ്, കാപ്പട്യമുള്ളിൽ ഒതുക്കി വെച്ചവനാണ്. ജീഫത്തും ബില്ലൈലി, രാത്രിയിൽ അവൻ ചത്ത ശവത്തിന് തുല്യമാണ്. അവനങ്ങനെ കിടന്നുറങ്ങുന്നു എന്നല്ലാതെ അവൻ അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല. ജീഫത്തും ഫില്ലൈലി, രാത്രിയിൽ അവൻ ശവമാണ്. ബത്താലും ഫിന്നഹാരി, പകൽ മുഴുവനും ഹറാമിൽ കഴിച്ചു കൂട്ടുന്നവനുമാണ്. പകൽ മുഴുവനും ഹറാമിലും അനാവശ്യങ്ങളിലും കഴിച്ചുകൂട്ടി രാത്രി പോയി കിടന്നുറങ്ങുക എന്നതല്ലാത്ത മറ്റൊരു ചിന്തയും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളാണ്. ഇവനാണ് ഏറ്റവും മോശപ്പെട്ട എൻ്റെ അടിമകളിൽപ്പെട്ടവൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹില്യത്തുൽ ഔലിയായിൽ പറഞ്ഞൊരു സംഭവം, ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട മദീനയിലെ താബീങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം മദീനയുടെ പുറത്തേക്ക് ഒരു യാത്ര പോയി. തൻ്റെ കൂടെ തൻ്റെ ഒരു ശിഷ്യനുമുണ്ട്. അങ്ങനെ അബവാ എന്ന് പറയുന്ന സ്ഥലം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന അബവാ എന്ന സ്ഥലം, ഇന്ന് ആ സ്ഥലം അവർ മായ്ച്ചു കളഞ്ഞു. മഹദിക്ക് അല്ലാഹു തആല അവരുടെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മഹദിയുടെ ബറക്കത്തും നമ്മുടെ ഉമ്മമാരെയും ഭാര്യമാരെയും അല്ലാഹു തആല സ്വാലിഹാത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ പെൺകുട്ടികൾ അല്ലാഹു തആല സ്വാലിഹാത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ഈ അബവായിൽ ഒരു മലന്റെ മുകളിൽ, മദീനയിൽ നിന്ന് പുറത്തുള്ള ഈ മലയുടെ മുകളിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ യസാർ റളിയല്ലാഹു തആല വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ കൂടെയുള്ള ആള് എന്തെങ്കിലും സാധനങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി അടുത്ത അങ്ങാടിയിലേക്ക് പോയി. ബഹുമാനപ്പെട്ടവർ ഖൈമയിലിരിക്കുകയാണ്. മഹാനായ സുലൈമാൻ യസാർ റളിയല്ലാഹു അൻഹു കാന മിൻ അജ്മലിൻ നാസി വജ്ഹ, ഭയങ്കര ഭംഗിയുള്ള ആളായിരുന്നു, വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു. അങ്ങനെ
ഫബസറത് ബിഹി അറാബിയത്തു മിൻ ഖമ്മത്തിൽ ജബൽ, മലയുടെ മുകളിൽ നിന്ന് മലയുടെ താഴ്ഭാഗത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് കണ്ടു, ഈ സൗന്ദര്യവാനായ മനുഷ്യനെ കണ്ടു. ഫലമ്മാ റഅത് ഹുസ്നഹു വ ജമാലഹു ഇൻഹദറത്, ഈ മനുഷ്യന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഈ പെണ്ണ് താഴോട്ടിറങ്ങി വന്നു. ഈ പെണ്ണോ അതിലപ്പുറം പർദ്ദയിലാണുള്ളത്. വാലിയാൽ ബുർഖ വൽ ഖിഫാസാതു, കയ്യുറ വരെ ധരിച്ചിരിക്കുന്ന വളരെ സൂക്ഷ്മതയുള്ള ഒരു പെണ്ണാണ്. ഫജാഅത് ഫവഖഅത് ബൈന യദൈ ഫഅസ്ഫറത് അൻ വജ്ഹിഹി, അങ്ങനെ സുലൈമാൻ അൽ-യസാർ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്ന് ഖൈമന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മുഖം അങ്ങോട്ട് തുറന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ അൽ-യസാർ റളിയല്ലാഹു അൻഹു പറയാണ്, കഅന്നഹു ഫലഖത്തു ഖമരിൻ, അതൊരു ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നു. വല്ലാത്ത സൗന്ദര്യം, ആരും കണ്ടാൽ ആകർഷിക്കുന്ന സൗന്ദര്യം. ആ സമയത്ത് പെണ്ണ് ചോദിച്ചു, അഹബ്തനി, നീ എന്നെ കണ്ട് പേടിച്ചോ നിങ്ങൾ? ഫളന്ന അന്നഹ തുരീദു തുആമൻ, ബഹുമാനപ്പെട്ട സുലൈമാൻ അൽ-യസാർ മറ്റൊന്നും ചിന്തിച്ചില്ല, നല്ല ഭക്ഷണമോ എന്തോ കിട്ടാൻ വേണ്ടി വന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കി സുപ്രയിൽ ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണം ആ പെണ്ണിന് കൊടുത്തു. ഫഖാലത്ത്, പെണ്ണ് പറഞ്ഞു, ലസ്തു ഉരീദു ഹാദാ, ഞാൻ ഇത് ഉദ്ദേശിച്ചുകൊണ്ട് വന്നതാണ്, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. ഇന്നമാ യുരീദു മാ യകൂനു മിനർ റജുലിൽ ആഹിലി, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് എന്താശിക്കുന്നുവോ അതാണ് എനിക്ക് ആവശ്യമുള്ളത്, അതായത് എന്നെ ലൈംഗികമായി നിങ്ങൾ ബന്ധപ്പെടണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ അൽ-യസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഹസക്കി ഇലയ്യ ഇബ്ലീസ്, ഇബ്ലീസ് പറഞ്ഞയച്ചതാണ് നിങ്ങളെ, ഇങ്ങനെ അണിഞ്ഞൊരുക്കി ഈ സൗന്ദര്യത്തോടുകൂടെ ഇബ്ലീസ് പറഞ്ഞയച്ചതാണ്. സുമ്മ വദഅ റഅസഹു ബൈന കമ്മൈഹി, അങ്ങനെ രണ്ട് കൈയിന്റെ ഉള്ളിൽ മുഖം വെച്ചുകൊണ്ട് മഹാൻ കരയാൻ തുടങ്ങി. കരച്ചിലെ പെരും കരച്ചിൽ. فأخذ في النحيب فلم يزل يبكي فلما رأت ذلك سدلت البرقع على وجهها حتى رجعت. ഈ കരച്ചിൽ കണ്ടപ്പോൾ പെണ്ണ് ഇയാളെ കിട്ടൂലെന്ന് മനസ്സിലാക്കി പെണ്ണ് തിരിച്ചുപോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സാധനം വാങ്ങാൻ പോയ ശിഷ്യൻ തിരിച്ചു വന്നു. ശിഷ്യൻ വന്ന സമയത്തും ഇദ്ദേഹം കരയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ അൽ-യസാർ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ശബ്ദമൊക്കെ മാറിപ്പോയിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അപ്പം അദ്ദേഹം ഒരു അടവ് പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാണ്. അപ്പോൾ ഇയാൾക്ക് അതൊന്നല്ല സംഗതി, മകളെ ഓർത്ത് കരയാനെന്ന് 14 ദിവസമായിട്ടില്ല, 2 ദിവസമായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് മകളെ ഓർത്ത് കരയാൻ അങ്ങനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവസാനം ഇയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സംഭവം കേട്ട ഉടനെ ശിഷ്യൻ കരയാൻ തുടങ്ങി. ശിഷ്യൻ ഭയങ്കരമായ കരച്ചിൽ. അപ്പോൾ സുലൈമാൻ അൽ-യസാർ റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നതിന് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, നിങ്ങളായതുകൊണ്ട്, ഞാനാണ് നിങ്ങളുടെ ആ സ്ഥാനത്തെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ പെണ്ണിനെ വിചരിക്കുമായിരുന്നു, ഞാനതിൽ പെട്ടുപോകും. അല്ലാഹ് എന്നെ ഭക്ഷണത്തിന് പറഞ്ഞയച്ച് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ആലോചിച്ച് നോക്കൂ രണ്ടാളുടെയും അവസ്ഥ. അങ്ങനെ ഈ ശിഷ്യൻ പറയാണ്, പിന്നീട് സുലൈമാൻ അൽ-യസാർ റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് ശേഷം മക്കത്ത് വന്ന് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിജ്ർ ഇസ്മായിലിൽ ഒരു സുന്ദരനായ മനുഷ്യനെ കാണുകയാണ്. യാദൃശികമായിട്ട് വല്ലാത്ത സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ ബഹുമാനപ്പെട്ട സുലൈമാൻ അൽ-യസാർ റളിയല്ലാഹു അൻഹു കാണുന്നു. അങ്ങനെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, മൻ അൻത, നിങ്ങൾ ആരാണ്? റഹിമക്കല്ലാഹ്, അല്ലാഹ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ ആരാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അന യൂസുഫ് ഇബ്നു യാഖൂബ്, ഞാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വീണ്ടും ചോദിച്ചു, യൂസുഫ് സിദ്ദീഖ്, വിശുദ്ധ ഖുർആനിൽ യൂസുഫ് സിദ്ദീഖ് എന്ന് വിശേഷിപ്പിച്ച അതേ യൂസുഫാണോ നിങ്ങൾ? ഖാല നഅം, അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ സുലൈമാൻ അൽ-യസാർ സന്തോഷം കൊണ്ട് പറഞ്ഞു, ഇന്ന ഫീ ശഅനിക വ ശഅനി ഇംറഅത്തിൽ അസീസ് ലശഅന, നിങ്ങൾ ആ സുന്ദരിയായ സുലൈഖയെ കണ്ടപ്പോൾ നിങ്ങൾ സ്വീകരിച്ച തഖ്വയുടെ മാർഗം അതൊരു വല്ലാത്ത അത്ഭുതമുള്ള കാഴ്ചയാണ്, അതൊരു അത്ഭുതം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞത് കേട്ട് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അപ്പം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ശഅനുക വ ശഅനു സ്വാഹിബത്തുൽ അബവായി അജബു, ഞാനൊരു നബിയാണ്, എന്നെ അല്ലാഹു തആല സംരക്ഷിച്ചതാണ്. പക്ഷേ അബവായിൽ വെച്ച് അത്രക്കും സുന്ദരിയായിരിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടിയിട്ട് അവളുമായി ബന്ധപ്പെടാതെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് അതിലും വലിയ സംഭവമാണെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന്റെ അർത്ഥം എന്താണ്? അർവാഹ്, ആത്മീയ ലോകത്ത് മുഴുവനും ഈ സംഭവം അറിയപ്പെട്ടുപോയി. അപ്പൊ തഖ്വയോടുകൂടെ എവിടെ ജീവിക്കുകയാണോ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട്, അവന് മഹത്വമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ലുഖ്മാൻ അൽ ഹക്കീം റളിയല്ലാഹു തആല നൽകിയ വസിയത്തിൽ കാണാം, യാ ബുനയ്യ ലാ യഅകുൽ തആമക ഇല്ലൽ അത്ഖിയ, നിന്റെ ഭക്ഷണം തഖ്വയുള്ളവരല്ലാതെ കഴിക്കാതിരുന്നു കൊള്ളട്ടെ. സ്വാലിഹീങ്ങളെ നിന്റെ ഭക്ഷണം കഴിക്കാവൂ,
വശാവിറു ഫി അംരിക അൽ ഉലമാ, നിന്റെ കാര്യങ്ങളിൽ നീ പണ്ഡിതന്മാരോട് മുഷാവറ ചെയ്തോ എന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു വസിയത്ത് ചെയ്തതായി കാണാം. ഇതെല്ലാം കാരണമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ദുആയിൽ എപ്പോഴും ചെയ്യുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ, നാഥാ നിന്നോട് ഞാൻ സന്മാർഗം ചോദിക്കുന്നു, വത്തുഖാ തഖ്വയും നിന്നോട് ചോദിക്കുന്നു, വൽ അഫാഫ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കഴിവ് ഞാൻ ചോദിക്കുന്നു, വൽ ഗിന ഐശ്വര്യത്തെയും ഞാൻ ചോദിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള ദുആയാണത്. അല്ലാഹു തആലാനോട് നമുക്കും ചോദിക്കാം ആ ദുആ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന, നാഥാ ഞങ്ങളെ നീ തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണമേ. മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.